ഹലോ ഡിയേഴ്സ്, ഐപിഎസ് നീറ്റ് പോയിന്റിൽ നീറ്റ് ട്രിക്ക് സീരീസ് തുടരുന്നു. ഓൾട്ടർനേറ്റിംഗ് കറന്റ്ലി വിത്തിൻ സെക്കൻഡ്സ് ആൻസറിലോട്ട് എത്താൻ സാധിക്കുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള ട്രിക്കുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, 2016 വന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സോ അതിലോട്ട് പോകുമ്പം ഇവിടെ തന്നിരിക്കുന്നത് വോൾട്ടേജ് ആണ് അക്രോസ് റെസിസ്റ്റർ, കപ്പാസിറ്റർ ആൻഡ് ഇൻഡക്ടർ. ഇതിനകത്ത് വിത്തിൻ സെക്കൻഡ്സ് ഞാൻ ആൻസറിലോട്ട് എത്തുമെന്നുള്ളതാണ്. സോ ഇതിനകത്ത് ചോദിച്ചത് പവർ ഫാക്ടർ ആണ്. അപ്പം അതിനകത്ത് 100 - 40 60. അപ്പം അതിനകത്ത് വരുന്നത് 180/100 എന്ന് പറഞ്ഞാൽ 0.8 ദിസ് വിൽ ബി ദി ആൻസർ. അപ്പം വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ആൻസറിലോട്ട് എത്താൻ സാധിച്ചു. എങ്ങനെയാണ് ഇതിന്റെ ട്രിക്ക് കാര്യങ്ങളിലോട്ട് നമുക്ക് നോക്കാം. അതിന് പോകുന്നതിന് മുന്നേ നിങ്ങൾ കോൺസെപ്റ്റ്, ഇത്രയും കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനെ വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിച്ചാൽ ഒരുപാട് ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു സമയമാണ് നിങ്ങൾ അവിടെ ലാഭിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ കറന്റ് സെനാരിയോയിൽ നീറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫാസ്റ്റ് ആൻഡ് ആക്യുറേറ്റ് ചെയ്യാൻ സാധിക്കുന്നവരാണ്. എത്രത്തോളം ഫാസ്റ്റ് ആണ്, എത്രത്തോളം ആക്യുറേറ്റ് ആണ്, അതിനനുസരിച്ചാണ് നിങ്ങളുടെ റാങ്ക് മുന്നോട്ട് പോകുന്നത്. കാരണം കൺസെപ്റ്റ് അറിഞ്ഞുകൊണ്ട് നമ്മൾ സ്ലോ ആണെങ്കിൽ നമ്മുടെ റാങ്ക് പിറകോട്ട് പോകും. അത് നിങ്ങൾ മനസ്സിലാക്കണം. സോ ട്രിക്ക് അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത്തരത്തിലൊരു വോൾട്ടേജ് നിങ്ങൾക്ക് LCR സർക്യൂട്ടിൽ തന്നിട്ട് പവർ ഫാക്ടർ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നുമില്ലാന്നേ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക, ഒരു ട്രയാങ്കിൾ അങ്ങോട്ട് വരയ്ക്കുക. അതാ, എന്നിട്ട് റെസിസ്റ്ററിന്റെ എത്രയാ നോക്കുക. 80 ആണ്. അത് താഴെ എഴുതുക ബേസ് ആക്കിയിട്ട്. ദെൻ ഈ ഡിഫറൻസ് എടുക്കുക. ഇപ്പോൾ ഇൻഡക്ടറും കപ്പാസിറ്ററും ആയിരിക്കും തന്നിട്ടുണ്ടാവും. അതിൻ്റെ വലുതെന്ന് ചെറുത് എടുത്തിട്ട് ഡിഫറൻസ് എടുക്കുക. അപ്പോൾ 100 - 40 എന്ന് പറഞ്ഞാൽ എത്രയാ 60. അത് പെർപെൻഡിക്കുലർ ആക്കിയിട്ട് എഴുതുക. ഇനിയിപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ പൈതഗോറസ് സിദ്ധാന്ത പ്രകാരം നമുക്കറിയാം 8ഉം 6ഉം വന്നാൽ അതിൻ്റെ ഹൈപ്പോട്ടൻസ് വരിക 10 ആണ്. അപ്പോൾ 80ഉം 60ഉം വന്നാൽ ഹൈപ്പോട്ടൻസ് 100 ആണ് വരിക. ഇനി നിങ്ങൾ ചെയ്യാൻ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോസ് ഫൈ, ആ കോസ് എടുക്കുക ആംഗിളിൽ നിന്ന്. അതായത് റെസിസ്റ്ററിൻ്റെ വാല്യൂ എത്രയാ 80 ബൈ ഇവിടെ ഹൈപ്പോട്ടൻസ് എത്രയാ 100. അപ്പം 0.8. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസറിലോട്ട് എത്താൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പം ഇവിടെ നമ്മൾ ഇമ്പിഡൻസ് ആ ഒരു നെറ്റ് വോൾട്ടേജ് VNet = VR² പ്ലസ് VL - VC (² എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അത് കാണുന്ന ആ ഒരു നെറ്റ് വോൾട്ടേജ് കാണുന്ന ഫോർമുല വെച്ച് ദെൻ VR/VNet ഒക്കെ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ആൻസറിലോട്ട് കോൺസെപ്റ്റ് വൈസ് എത്തുക. പക്ഷേ ഈ ഒരു ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് മൈൻഡിൽ വരും ഇതിനകത്ത് കാര്യങ്ങൾ. സോ ഇതാണ് ഒരു ട്രിക്കിന്റെ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ചങ്കുകളെ, നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ചങ്കുകൾ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ നീറ്റുമായി ബന്ധപ്പെട്ട ടിപ്സ്, ട്രിക്സ്, സ്ട്രാറ്റജീസ് ഒക്കെയാണ് അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. നിങ്ങൾ ആ ലിങ്കൊക്കെ നിങ്ങൾ ആ പിന്നൊക്കെ മാറ്റിയിട്ട് അതിനകത്ത് ജോയിൻ ചെയ്യാമെന്നേ നമ്മളാണ് അതിനകത്ത്. അപ്പോൾ നിങ്ങൾക്കൊന്നും പേടിക്കാനില്ല. കാരണം നിങ്ങളുടെ നമ്പർ കാര്യങ്ങളൊന്നും അതിനകത്ത് മറ്റ് മെമ്പേഴ്സിനെ കാണുന്ന രീതിയിലല്ല, കാണാൻ സാധിക്കില്ല. ആ രീതിയിലാണ് നമ്മൾ കമ്മ്യൂണിറ്റിയുടെ സെറ്റിങ്സ് ഒക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങളൊന്നും പേടിക്കാനില്ലാന്നേ. സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനും അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്കാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇപ്പം കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്, പിന്നെ റെസിസ്റ്റൻസ് ഒക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ദെൻ ചോദിച്ചത് പവർ ഫാക്ടർ തന്നെയാണ്. അപ്പോൾ അത്തരം കേസിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ട്രയാങ്കിൾ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് അതിനകത്തോട്ട് ആൻസറിലോട്ട് എത്താൻ സാധിക്കും. നിങ്ങളൊരു ട്രയാങ്കിൾ വരയ്ക്കുക. ട്രയാങ്കിൾ നമ്മൾ റെസിസ്റ്ററിൻ്റെ എടുക്കണം, 8 ആണ്. ഇതൻ ഇവിടെ എടുക്കേണ്ടത് നമ്മൾ ഇവിടെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് 31 ആണ്, അവിടെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് 25 ആണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എടുക്കാം. 31 25 എത്രയാ 6. അപ്പോൾ നമുക്കറിയാം 8ഉം 6ഉം വന്നാൽ എത്രയാ 10. അപ്പോൾ 10 എന്ന് കിട്ടി. ഇനി ഇതിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇതും കോസ് ഫൈ തന്നെയാണ്, കോസ് ഫൈ. അപ്പോൾ എന്ത് വരും, താഴെയുള്ള ബേസ് 8 ബൈ ഹൈപ്പോട്ടനസ്. അപ്പോൾ എത്രയാ 0.8. അപ്പോൾ ആൻസർ ആയില്ലേ. അപ്പം ഈ ട്രയാങ്കിൾ വരയ്ക്കുക. ട്രയാങ്കിളിൻ്റെ ബേസ് ഏതൊക്കെ റെസിസ്റ്റർ ആണ് ഇടേണ്ടതെന്നും മറ്റത് ഡിഫറൻസ് ആണ് എടുക്കേണ്ടതെന്നും പിന്നെ അപ്പോൾ ഹൈപ്പോട്ടനസ് 10 വരുന്നൊക്കെ നമുക്ക് നമുക്കറിയാമല്ലോ. അത് വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ആൻസറിലോട്ട് എത്താൻ സാധിക്കും. ഇതിപ്പോൾ കോസ് ഫൈ എന്ന് പറഞ്ഞാൽ R/Z എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇമ്പിഡൻസ് = നമുക്ക് R² + XL - XC² + XL - XC² എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതിനൊന്നും നമുക്ക് പെട്ടെന്ന് ഇവിടെ ആൻസറിലോട്ട് എത്തിയില്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രിക്കിൻ്റെ ആ ഒരു എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. അപ്പം ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ അടുത്ത ട്രിക്കുമായിട്ട് നമ്മൾ വരും. വെയിറ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.